ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇവിടെ റിവ്യൂ ചെയ്യുമ്പോൾ പടത്തിൻ്റെ പേര് കങ്കുവ എന്ന സിനിമയുടെയാണ്. ബീങ്സ് സൂര്യ, ദിശ പട്ടാണി, ബോബി ഡിയോൾ, കാർത്തി, പ്രകാശ് രാജ്, ജഗപതി ബാബു, എസ് രവികുമാർ, കോവി സർ, യോഗി ബാബു, റെഡിൻ കിങ്സ്ലി എന്നിവരാണ്. പിന്നെ നമ്മുടെ KGF ആൻഡ്രൂസ്, ആൻഡ്രിയുടെ വലിയ അഭിനയിച്ചിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി അത് പറഞ്ഞു തന്നിരിക്കുന്നു. എന്നിവരാണ് സിനിമയിൽ അഭിനയം ചെയ്യുന്ന. പാടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഊളപ്പടം. കഷ്ടപ്പെട്ടടി ഞാൻ തിയേറ്റർ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നോ, പണ്ടാറടക്കണം 3D ആയിട്ട് കണ്ടത്. അതാണ് ഞാൻ ഏറ്റവും വലിയ കോമഡി. പടം ഉണ്ടായിരുന്നിരിക്കുന്ന ശിവയാണ്. അറിയാമല്ലോ ആരാണ്. അയാളുടെ ഒരു പോസ്റ്റ് വർക്കാണ് ഇട്ടത്. പിന്നെ DSP മീൻസ് ദേവിശ്രീ പ്രസാദാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത് പാട്ടെല്ലാം നൈസാണ്, പക്ഷേ BGM എന്നൊരു വീഡിയോ ഉണ്ട്. അത് അവിടെ ബാക്കി എല്ലാം കൊടുത്തരുവാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചെവി അടിച്ച് പോകണ ടൈപ്പ് BGMസൊക്കെയാണ്. അതൊക്കെ എങ്ങനെ ഇതായിരിക്കുന്നത് എനിക്കൊന്നും ഓർമ്മയില്ലേ. ഇതുണ്ട് സിനിമയുടെ ഒരു ഫീൽ ചെയ്യുന്നത് വെട്രി പളനിസ്വാമി എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങേര് VFX ഷോപ്പാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ഷോപ്പാണ്. സിനിമൻ്റെ ഒരു എല്ലാം ഷോപ്പാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിസ് പറഞ്ഞ കഥാപാത്രമുണ്ട് സൂര്യയുടെ. അത് വഴിയ ബാക്കി എല്ലാം നെഗറ്റീവാണ്. പിന്നെ ക്ലൈമാക്സ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാർത്തി വരുന്നുണ്ട്. ഡബിൾ റോള് സെക്കൻഡ് പാർട്ടിൻ്റെ വില്ലനായിട്ട് വരാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച് അതെന്ത് തേങ്ങയ്ക്കാണ് അങ്ങേര് മൈക്ക് അഭിനയിച്ചിട്ടൊന്നുമില്ല. എന്തായാലും റെസ്റ്റ് ഇൻ പീസ് പ്രൊഡ്യൂസ്. എന്തായാലും കങ്കുവ എൻ്റെ ഫ്രാൻസിസ് റെസ്റ്റ് ഇൻ പീസ്. കങ്കുവയ്ക്ക് ഫ്രാൻസിസിന് റെസ്റ്റ് ഇൻ പീസ് ഇല്ല, കങ്കുവയ്ക്ക് റെസ്റ്റ് ഇൻ പീസ്. പ്രൊഡ്യൂസ് ചെയ്ത KE ജ്ഞാനവേന്ദ്രജയാണ്. അങ്ങേക്ക് എന്തിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ആർക്കറിയാം. പിന്നെ പടത്തിൻ്റെ ബഡ്ജറ്റ് 350 കോടി. പണ്ടാറടങ്ങണ ഇതെന്നടാ പണി വെച്ചിരിക്കുക എന്ന് ചോദിക്കണ മാതിരിയാണ്. ഇത് കങ്കുവ എന്നല്ല ഈ പടത്തിൻ്റെ പേര് വരേണ്ടത്, എന്തുവ എന്നാണ് പടത്തിൻ്റെയൊക്കെ പേര് വരേണ്ടത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ഇത്ര പറയാനുള്ള അത്യാവശ്യം തെറിപിടിക്കാൻ തോന്നുന്നുണ്ട് ഈ പടം കണ്ടിട്ട്. സ്പോയിലർ മാത്രം എനിക്ക് ഇതിൻ്റെ പോസിറ്റീവ് ഞാൻ പറഞ്ഞില്ല. സൂര്യയുടെ ഫാൻസിസ് എന്ന കഥാപാത്രവും കങ്കുവ എന്ന് പറയുന്ന ഒരു വീഡിയോ, പിന്നെ പാട്ട് മാത്രം എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത് ബാക്കി എല്ലാം കൂടത്തരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയുകയാണ്. ശിവണ്ണൻ്റെ പടങ്ങളിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നാറുള്ളത് അങ്ങനെയുള്ള പടങ്ങളുടെ പാസ്സാണ്. പക്ഷേ അത് വർക്കായില്ല നമ്മൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ that bye bye and please subscribe my channel Gastroller Movie Media, and please follow my Instagram ID gastroller/86668. Bye. Don't discuss.